കഥയാരംഭിക്കുന്നത് ക്യാമറോണിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അലസനായൊരു ചെറുപ്പക്കാരനായിരുന്നു ക്യാമറോൺ. തന്റെ ക്രഷായ ഡയാനയെയും സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു ക്യാമറോന്റെ ഉണർച്ച. താഴേക്കിറങ്ങിച്ചെന്ന ക്യാമറോനെ എതിരിടാൻ അച്ഛൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ക്യാമറോൺ ഇനിയും ഇങ്ങനെ അലസമായി നടക്കാൻ പറ്റില്ലെന്നും ഫ്യൂച്ചറിനെ പറ്റി എന്തെങ്കിലും തീരുമാനം ഉടനെടുക്കണം എന്നും അച്ഛൻ പറഞ്ഞു. അച്ഛൻ ഹണ്ടർ അത്തരത്തിൽ ക്യാമറോനെ പ്രതിസന്ധിയിലാക്കിയപ്പോ രക്ഷയ്ക്കെത്തിയത് അമ്മ കരോളായിരുന്നു. അവന് കുറച്ചും കൂടെ സമയം കൊടുക്കാം എന്ന് കരോൾ പറഞ്ഞു. 3 ആഴ്ച സമയം തരും. 3 ആഴ്ചക്കുള്ളിൽ ആലോചിച്ച് തീരുമാനം പറഞ്ഞോണം. കോളേജിൽ പോകുവാണെ അത് ചെയ്തോണം എന്നവന്റെ അച്ഛൻ തീർത്തു പറഞ്ഞു. കൂട്ടത്തിൽ ഇൻഷുറൻസ് അടയ്ക്കാതെ അവനിട്ടിരിക്കുന്ന കാർ അതടച്ചിട്ടേ അവൻ എടുക്കാമുള്ളൂ എന്നും. തനിക്ക് ജോലിക്ക് പോവാൻ സമയം വൈകിയെന്ന് പറഞ്ഞ് ക്യാമറോൺ വേഗം വീട്ടിൽ നിന്ന് പോരുകയാണ്. അവൻ ജോലി നോക്കിക്കൊണ്ടിരുന്നത് ഒരു ഐസ്ക്രീം ഷോപ്പിലായിരുന്നു. ചെന്നപാടെ വൈകി വന്നതിന് ഷോപ്പ് ഓണർ ലെനി അവനെ ഒന്ന് കുടയുന്നുണ്ട്. അന്ന് രാത്രി അവൻ തന്നെ ഷോപ്പ് അടച്ച് ഇറങ്ങിക്കോളണം എന്ന് ലെനി പറയുകയും ചെയ്തു. തനിക്ക് തന്റെ കാമുകി ഡയാനൊപ്പം ഒരു ഡേറ്റ് ഉണ്ടെന്നും അതുകൊണ്ട് അതിന് പറ്റില്ലെന്നും ക്യാമറോൺ പറഞ്ഞു. ഡയാനൊപ്പം ക്യാമറോൺ ഡേറ്റിന് പോകുന്നെന്ന് കേട്ടതും ലെനി ക്യാമറോണെ പുച്ഛിച്ചു തള്ളുന്നുണ്ട്. അത്രമേൽ സുന്ദരിയായ അവിടുത്തെ സംസാര വിഷയമായ ഡയാൻ എന്ന പെൺകുട്ടിക്കൊപ്പം അവനൊന്നും ഡേറ്റിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു അത്. അവന്റെ കൊളീഗായ ലിസും ലെനി പറഞ്ഞതിനോടായിരുന്നു യോജിച്ചത്. ലിസിന് ക്യാമറോണോട് പണ്ട് തൊട്ടേ ഒരു പ്രണയ താല്പര്യമുണ്ട്. അതുകൊണ്ടത് കേട്ടതും അവൾ കുറച്ച് അസ്വസ്ഥയുമായി. അന്ന് കുറച്ചു കഴിഞ്ഞ് തനിക്ക് വേണ്ടി ഷോപ്പ് അടയ്ക്കാമോ എന്ന് ക്യാമറോൺ ലിസിനോട് ചോദിച്ചു. ലിസും ഡയാനൊപ്പം ക്യാമറോൺ ഔട്ടിങ്ങിന് പോകുന്നതിനും ഡേറ്റിന് പോകുന്നതിലും അസ്വസ്ഥയായെങ്കിലും ആദ്യം അത് വിശ്വസിക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ലല്ലോ. അത് ശരിയാണോ എന്ന മട്ടിൽ അവൾ ചോദ്യം ചെയ്തു. ആണെന്ന് ക്യാമറോൺ തീർത്തു പറഞ്ഞതും ലിസ് അസ്വസ്ഥയായി. എന്നിരുന്നാലും അവൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ഷോപ്പൊന്ന് താനടച്ചോളാം എന്ന് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ലിസ് പറയുന്നുമുണ്ട്. അന്ന് നേരത്തെ ഷോപ്പിൽ നിന്ന് ക്യാമറോൺ ഇറങ്ങിയിരുന്നു. അവൻ നേരെ പോയത് ഡയാനിന്റെ വീട്ടിലേക്കാണ്. ബാക്ക് യാർഡിൽ വെയിൽ കൊണ്ടിരുന്ന ഡയാനെ കണ്ട് അവൻ നോക്കി നിന്നു. അവളുടെ മെസ്സേജ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ അവൻ ഫോൺ എടുത്തതും ചാടെന്നും ജേസനെന്നും പേരുള്ള ക്യാമറോണെ എപ്പോഴും ഉപദ്രവിക്കുന്ന ആ പ്രദേശത്തെ 2 പയ്യന്മാർ വന്ന് അവന്റേത് ഫോൺ പിടിച്ചു വാങ്ങി. അവൻ ഡയാന്റെ ഫോട്ടോ എടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ഫോൺ എടുത്ത് റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഒച്ചയും ബഹളവും കേട്ട് ഡയാനും ഓടി വന്നിരുന്നു. എന്താ സംഭവമെന്ന് ഡയാൻ ചോദിച്ചപ്പോ തങ്ങളെ ന്യായീകരിക്കാൻ ഡയാന്റെ ഫോട്ടോ ഇവൻ മറന്നു നിന്ന് എടുക്കുവായിരുന്നു എന്ന മട്ടിൽ ചാടാരോപിച്ചു. തന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ ഫോൺ എടുക്കാൻ വേണ്ടി ക്യാമറോൺ റോഡിന്റെ ഭാഗത്തേക്ക് പോയെങ്കിലും ഫോണിലൂടെ ഒരു കാർ കയറിയിറങ്ങിപ്പോയി. ഫോൺ വർക്കാവുന്നുണ്ടായിരുന്നില്ല. ഡയാൻ എടുക്കൽ ചാടാണ് തന്റെ ഫോൺ എറിഞ്ഞത് എന്ന് ക്യാമറോൺ പറഞ്ഞു. കാര്യങ്ങൾ മനസ്സിലായിരുന്ന ഡയാൻ ചാടിനെയും ജെയ്സനെയും അവിടെ നിന്ന് ഓടിക്കുകയാണ്. പിന്നാലെ ഫോട്ടോയുടെ കാര്യം അവൾ ക്യാമറോനോട് ചോദിച്ചെങ്കിലും നിന്റെ ഫോട്ടോയുടെ ആവശ്യം എനിക്കെന്താ എന്നായിരുന്നു ക്യാമറോൺ തിരിച്ചു ചോദിച്ചത്. ക്യാമറോണും അവിടെ നിന്ന് പോന്നു. ക്യാമറോൺ അന്ന് രാത്രി വീട്ടിലെത്തി തന്റെ മുറിയിലെ ജനലടയ്ക്കാൻ നോക്കുമ്പോ എതിർവശത്തെ വീട്ടിൽ പുതുതായി വന്ന ലേഡിയെ കണ്ടു. റൂമിലുണ്ടായിരുന്ന ആ ലേഡി വസ്ത്രം മാറുകയായിരുന്നു. ക്യാമറോൺ അത് തന്റെ മുറിയിൽ നിന്ന് നോക്കിക്കാണാൻ തുടങ്ങി. പക്ഷെ നിർഭാഗ്യവശാൽ ഓപ്പോസിറ്റ് വീട്ടിൽ വന്നിരുന്ന പുതിയ താമസക്കാരിയായ ആ സ്ത്രീയും ക്യാമറോൺ അങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടിരുന്നു. അന്ന് രാത്രിയിലെ ഡിന്നർ കഴിക്കാനിരുന്നപ്പോ വീട്ടിൽ അടുത്ത പ്രശ്നം നടക്കുകയാണ്. ഫോൺ പൊട്ടിപ്പോയതുകൊണ്ട് ക്യാമറോന്റെ അച്ഛൻ ഹണ്ടർ അവനിനി വേറെ ഫോൺ വാങ്ങിക്കൊടുക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. അവനെ പണ്ട് തൊട്ടി ഉപദ്രവിക്കുന്ന ചാടിനെതിരെ അവനെന്താ പ്രതികരിക്കാതെ നിൽക്കുന്നത് എന്ന തരത്തിലും അച്ഛൻ അവനെ ചോദ്യം ചെയ്തിരുന്നു. അമ്മ മകനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ആരംഭിച്ചപ്പോഴേക്കും അവിടുത്തെ കോളിംഗ് ബെൽ മുഴങ്ങി. ക്യാമറോണായിരുന്നു നോക്കാൻ പോയത്. നോക്കുമ്പോ വീടിന് മുമ്പിൽ നിൽക്കുന്നത് താനിപ്പോ ഒളിഞ്ഞു നോക്കിയ അയൽവാസിയായ സ്ത്രീയാണ്. ക്യാമറോൺ ഒന്ന് ഭയപ്പെട്ടു. അവളത് വീട്ടിൽ പറയാൻ വന്നതാണോ എന്നൊക്കെയായിരുന്നു ക്യാമറോൺ ചിന്തിച്ചത്. ഭയന്നുകൊണ്ട് ക്യാമറോൺ വാതിൽ തുറന്നതും വീടിന് മുന്നിൽ ആ സ്ത്രീയെ കാണുന്നില്ല. അവിടെ നിൽക്കുന്നത് ഡയാനയാണ്. ഡയാനയും അവിടെ മറ്റാരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ക്യാമറോണിനൊപ്പം ഡേറ്റിന് പോവാൻ എത്തിയതായിരുന്നു ഡയാന. അങ്ങനെ ക്യാമറോണും ഡയാനയും കൂടി അടുത്തുള്ളൊരു ഡൈനിങ്ങിലേക്ക് ഡയാനയുടെ കാറിൽ പോവാൻ തുടങ്ങി. അവിടെത്തി പിസയൊക്കെ കഴിച്ച് സംസാരിച്ചിരിക്കാൻ അവർ ആരംഭിച്ചു. ആ സമയം അവന്റെ ഫോൺ പൊട്ടാൻ ഒരു തരത്തിൽ താനും കാരണക്കാരിയായല്ലോ എന്ന് പറഞ്ഞ ഡയാൻ അവനോട് ക്ഷമ ചോദിക്കുന്നൊക്കെയുണ്ട്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന മാർട്ടിനെ ക്യാമറോൺ കാണുന്നത്. കൂട്ടുകാരനായ മാർട്ടിനെ തന്റെ ടേബിളിന്റെ അടുത്തേക്ക് ക്യാമറോൺ വിളിച്ചു. വേണ്ടെന്നൊക്കെ ഡയാൻ പറഞ്ഞെങ്കിലും ക്യാമറോൺ അത് ചെയ്യുകയായിരുന്നു. അവിടത്തെ ഡയാനെ കണ്ടതും മാർട്ടിൻ വിക്കി സംസാരിക്കാൻ തുടങ്ങി. ആ ഒരു ഓക്വാർഡ്നെസ് എന്തുകൊണ്ടാണെന്ന് ക്യാമറോണും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ തിരക്കുണ്ടെന്ന് പറഞ്ഞ് മാർട്ടിൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഡയാനാണെങ്കിൽ ആകെ അസ്വസ്ഥയായിട്ടുണ്ടായിരുന്നു. എന്താ അവൾ ഇങ്ങനെയായത് എന്ന് ക്യാമറോണ് മനസ്സിലായതുമില്ല. അന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് സ്കൂളിലെ പ്രോംനൈറ്റിന്റെ അന്ന് മാർട്ടിൻ തന്നെ ഒഴിവാക്കി എന്ന തരത്തിൽ
ഡയാന പറഞ്ഞു അതാണ് അവനോട് തനിക്കൊരു ദേഷ്യമുള്ളത് എന്നും അവൾ കൂട്ടിച്ചേർത്തു. അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ ക്യാമറോൺ പറഞ്ഞു താനായിരുന്നു അവളുടെ ഡേറ്റെങ്കിൽ ഒരിക്കലും അവളെ അങ്ങനെ ഒഴിവാക്കില്ലായിരുന്നു. പിന്നാലെ ക്യാമറോൺ തന്റെ ലൈഫിലേക്ക് വന്നതിനെ പറ്റിയൊക്കെ ഡയാൻ വളരെ താല്പര്യത്തോടെ അവനോട് സംസാരിച്ചു. അവർ തമ്മിൽ ചുംബിക്കാനായി അടുത്തു വന്നപ്പോഴേക്കും ക്യാമറോൺ പെട്ടെന്ന് അയൽവക്കത്തെ സ്ത്രീ അവിടെ നിൽക്കുന്നത് പോലെ കാണുകയാണ്. വല്ലാതെ ഭയം തോന്നിയവൻ പെട്ടെന്ന് പിന്മാറി അവിടെ നിന്ന് തന്റെ മുറിയിലേക്ക് പോയി. വീട്ടിലെത്തിയവൻ ജനലിലൂടെ എതിർവശത്തെ ആ ലേഡിയുടെ മുറിയിലേക്ക് നോക്കി. ആ ലേഡി അവിടെ നിന്നും അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഭയന്നവൻ കർട്ടനിട്ടു. തിരിഞ്ഞപ്പോ അതാ ആ ലേഡി അവന്റെ തന്നെ മുറിയുടെ അകത്ത് നിൽക്കുന്നു. ക്യാമറോൺ ഭയന്നിരുന്നു. വിക്ടോറിയ എന്നാണ് തന്റെ പേരെന്നും താൻ ആ വീട്ടിൽ പുതുതായി താമസിക്കാൻ വന്നതാണെന്നും അവൻ ഒളിഞ്ഞു നോക്കിയത് താൻ കണ്ടെന്നും താനത് അവന്റെ പാരന്റ്സിനോട് പറയണോ എന്ന തരത്തിലും വിക്ടോറിയ അവനോട് ചോദിച്ചു. ക്യാമറോൺ വല്ലാതെ ഭയന്നിരുന്നു. സോറി പറഞ്ഞ അവൻ വിക്ടോറിയയോട് പൊക്കോളാനും പ്രശ്നമുണ്ടാക്കരുതെന്നും പറഞ്ഞ് വാതിൽ തുറന്നു. പക്ഷേ അങ്ങനെ പോവാൻ വിക്ടോറിയ ഒരുക്കമായിരുന്നില്ല. ഒളിഞ്ഞു നോക്കിയതിനവന് ശിക്ഷയുണ്ടെന്നും തന്നെ താൻ പറയുമ്പോ ഈ നഗരം മുഴുവൻ അവൻ കൊണ്ടുകറക്കണം അവന്റെ കാറിലെന്ന് വിക്ടോറിയ പറഞ്ഞു. തന്റെ കാറിന് ഇൻഷുറൻസ് ഇല്ലെന്നൊക്കെ ക്യാമറോൺ പറഞ്ഞു നോക്കിയെങ്കിലും വിക്ടോറിയ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ വിക്ടോറിയയെ ഇൻഷുറൻസ് ഇല്ലാത്ത തന്റെ കാറിൽ ഡ്രൈവ് ചെയ്ത് അവൾ പറഞ്ഞിടത്തേക്ക് ക്യാമറോൺ കൊണ്ടുപോവാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ വിക്ടോറിയയോട് ഫ്ലൈറ്റ് ചെയ്യാനൊക്കെ ക്യാമറോൺ ശ്രമിക്കുന്നുണ്ട്. ചോദിക്കുന്ന കൂട്ടത്തിൽ വിക്ടോറിയയുടെ ബോയ്ഫ്രണ്ട് മരണപ്പെട്ടു എന്ന് ക്യാമറോൺ മനസ്സിലാക്കി. അവർ എത്തിച്ചേർന്നത് ഒരു ബിൽഡിങ്ങിന്റെ മുമ്പിലേക്കായിരുന്നു. അവിടെ എത്തിയതും കാറിന്റെ താക്കോലെടുത്തുകൊണ്ട് വിക്ടോറിയ ആ ബിൽഡിങ്ങിന്റെ മുമ്പിലേക്ക് നടന്നു ചെന്നു. വിക്ടോറിയയെ കൂട്ടിക്കൊണ്ടുപോവാൻ ഒരാൾ അവിടെ വന്നിരുന്നു. അയാൾക്കൊപ്പം വിക്ടോറിയ ബിൽഡിങ്ങിനകത്തേക്ക് പോയി. കുറച്ചു സമയം പിന്നിട്ടും വിക്ടോറിയയെ കാണാതായതോടെ എന്താ സംഭവിക്കുന്നതെന്നറിയുവാൻ ക്യാമറോൺ എഴുന്നേറ്റ് ആ ബിൽഡിങ്ങിന്റെ മുമ്പിലേക്ക് ചെന്ന് നോക്കുകയാണ്. ക്യാമറോൺ കണ്ടത് ഭയന്ന് വിറച്ച് മുടന്തി ഒരാൾ ഓടി വരുന്നതായിരുന്നു. അയാളെ കണ്ടതും ഭയന്ന് ക്യാമറോൺ ഓടി തന്റെ വണ്ടിയിലേക്ക് കയറി. ഹെൽപ്പ് ചെയ്യാനൊക്കെ അയാൾ അലറി പറയുന്നുണ്ടായിരുന്നു. അയാളുടെ പിന്നാലെ അങ്ങോട്ടേക്കെത്തിയ വിക്ടോറിയ അയാളുടെ കഴുത്തിൽ കടിച്ച് അയാളുടെ ചോര വലിച്ചു കുടിച്ച് അയാളെ കൊന്നു. അയാളുടെ കയ്യിലെ രക്തക്കറയൊക്കെ കാറിന്റെ ഗ്ലാസിലും പതിച്ചിരുന്നു. ക്യാമറോൺ ഭയത്തോടെയായിരുന്നു അത് നോക്കിക്കണ്ടത്. ക്യാമറോൺ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിക്ടോറിയ അവനെ പിടികൂടി തടഞ്ഞു നിർത്തി. തിരികെ വിക്ടോറിയയുമായി കാറിൽ പോരുമ്പോ താൻ എന്തായി കണ്ടത് എന്ന് ഞെട്ടലോടെ അവൻ ചോദിച്ചു. താനൊരു വാമ്പയർ ആണെന്നും അവനാണ് ഇനി തന്നെ അവൾ പറയുന്നിടത്തൊക്കെ കൊണ്ടുപോകേണ്ടത് എന്നും വിക്ടോറിയ പറഞ്ഞു. ക്യാമറോൺ ആണെങ്കിൽ ആകെ ഭയന്നുപോയിരുന്നു. ജീവനിൽ ഭയം തോന്നിയ അവൻ അതിന് സമ്മതിച്ചു. പിറ്റേന്ന് ഒരു ഞെട്ടലോടെയായിരുന്നു ക്യാമറോൺ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. പുറത്തേക്ക് വന്ന അവനെ കാറിലെ രക്തക്കറ കണ്ട് അച്ഛൻ ചോദ്യം ചെയ്തു. ഭാഗ്യവശാൽ കൃത്യസമയം വിക്ടോറിയ അങ്ങോട്ടേക്ക് വന്നു. ഇന്നലെ പരിക്കേറ്റ് ഒരു മാൻകുട്ടി ഈ കാറിൽ വന്നിടിക്കുന്നത് താൻ കണ്ടിരുന്നു എന്ന് വിക്ടോറിയ ഹണ്ടറിനോട് പറഞ്ഞു. പിന്നാലെ വീണ്ടും ഹണ്ടറിനോട് വിക്ടോറിയ സംസാരിച്ചുകൊണ്ടിരുന്നു. കാറിന്റെ ഇൻഷുറൻസ് കാര്യവും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ തനിക്ക് അറിയാമെന്നും അതിന്റെ പൈസയൊക്കെ താൻ അടച്ചോളാം. അതിന് പ്രതിഫലമായി ക്യാമറോൺ തന്നെ ആവശ്യമുള്ളപ്പോ ഈ കാറിലൊന്ന് നഗരത്തിൽ പറയുന്നിടത്ത് കൊണ്ടുപോയാൽ മാത്രം മതി എന്നൊരു ഓപ്ഷൻ വിക്ടോറിയ ഹണ്ടറിന് മുമ്പിൽ വെച്ചു. അത് കൊള്ളാമല്ലോ എന്ന് ഹണ്ടറിനും തോന്നി. അതോടെ വിക്ടോറിയ പറയുന്നിടത്ത് കൊണ്ടാക്കാനുള്ള ചുമതല അച്ഛൻ മുഖേന തന്നെ ക്യാമറോൺ വന്നെത്തുകയാണ്. അന്ന് ക്യാമറോൺ ജോലിക്കായി പോയിരുന്നു. കുറച്ചു കഴിഞ്ഞതും ലിസ് വന്ന് പുറത്ത് ക്യാമറോണെ ആരോ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ക്യാമറോൺ പുറത്തു ചെന്ന് നോക്കുമ്പോ വന്നത് മാർട്ടിനായിരുന്നു. ഡയാനുമായി പണ്ട് തനിക്ക് തെറ്റിപ്പിരിയേണ്ടി വന്നെന്നും പക്ഷേ അവളെ തനിക്ക് ഇഷ്ടമാണെന്നും അവളെ തനിക്ക് വേണമെന്നും മാർട്ടിൻ ക്യാമറോണിനോട് പറഞ്ഞു. തനിക്ക് വേണ്ടി ഒരു ഡേറ്റിന് ഡയാനെ കൊണ്ടുവരാമോ എന്നുകൂടി മാർട്ടിൻ ചോദിച്ചപ്പോ മണ്ടനായ ക്യാമറോൺ ഉടനടി അതിനൊക്കെ പറയുകയും ചെയ്തു. ഡയാനുമായി അടുത്ത സൗഹൃദമുള്ള ക്യാമറോൺ അടുത്ത ദിവസം തന്നെ ഡയാൻ അടുത്തു ചെന്ന് മാർട്ടിൻ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ക്യാമറോന്റെ ആ സംസാരമൊക്കെ ഡയാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അതിനെന്താ ഡേറ്റിന് പോവാലോ എന്ന് ഡയാൻ പറയുകയും ചെയ്തു. അന്ന് രാത്രിയും ക്യാമറോണിനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിച്ച് വിക്ടോറിയയുടെ അടുത്തേക്ക് കൊണ്ടുപോയിരുന്നു. ആ പോകുന്ന പോക്കിൽ വിക്ടോറിയയുടെ ഈ പ്രവൃത്തിക്കൊക്കെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ക്യാമറോൺ ചോദിച്ചെങ്കിലും വിക്ടോറിയ ഒന്നും പറഞ്ഞില്ല. അന്നും ബിൽഡിങ്ങിനകത്തേക്ക് പോയ വിക്ടോറിയ ഒരാളെ കൊന്ന് ക്യാമറോന്റെ കാറിന് മുകളിലേക്ക് തന്നെ ഇട്ടിരുന്നു. പിന്നാലെ ചോര കുടിച്ച വിക്ടോറിയയും വണ്ടിക്കകത്തേക്ക് വന്നു കയറി. വണ്ടിയിലാകെ ചോരയായതും ക്യാമറോൺ പുറത്തിറങ്ങി ആ ചോര മുഴുവൻ കഴുകിക്കളഞ്ഞു. ശേഷം അവർ വീട്ടിലേക്ക് തിരികെ എത്തി. ക്യാമറോണിന് നല്ല ഭയമുണ്ടായിരുന്നു. രാത്രിയിൽ ക്യാമറോൺ ബെഡിൽ ഉറങ്ങാൻ കിടക്കുമ്പോ തൊട്ടടുത്ത് വിക്ടോറിയ കിടക്കുന്നതായി അവന് തോന്നി. ഞെട്ടലോടെ വിക്ടോറിയയെ അവൻ നോക്കി. വിക്ടോറിയ അപ്പോ തന്നെ പറ്റി പറയുകയാണ്. തനിക്ക് 247 വയസ്സുണ്ടെന്നും താനൊരു വാമ്പയർ ആണെന്നുമായിരുന്നു അത്. തന്റെ കാമുകനെ കുറെ വാമ്പയേഴ്സ് ചേർന്നാണ് കൊന്നതെന്നും അവരാണ് തന്നെ വാമ്പയറാക്കി മാറ്റിയത് എന്നും വിക്ടോറിയ പറഞ്ഞു. അവരിപ്പോൾ കുറെ പേർ ഈ നഗരത്തിലുണ്ടെന്നും അവരെ ഓരോരുത്തരെയും കൊന്ന് പ്രതികാരം തീർക്കാനാ താൻ ഇങ്ങോട്ട് വന്നതെന്നും വിക്ടോറിയ കൂട്ടിച്ചേർത്തു. വിക്ടോറിയ കൊന്നതത്രയും വാമ്പയേഴ്സിനെ തന്നെയായിരുന്നു എന്നറിഞ്ഞതും ക്യാമറോണിനൊരു ആശ്വാസം തോന്നുന്നുണ്ട്. പിറ്റേന്ന് മാർട്ടിൻ വന്ന് വിളിച്ചപ്പോഴായിരുന്നു ക്യാമറോൺ ഉറക്കത്തിൽ നിന്നുണരുന്നത്. ഡയാനെ ഡേറ്റിന് പോകുമ്പോൾ എങ്ങനെ ഇംപ്രസ്
ചെയ്യണമെന്ന് തനിക്കറിയില്ലെന്നും സഹായിക്കണമെന്നും ക്യാമറോണിനോട് മാർട്ടിൻ ആവശ്യപ്പെട്ടു. പിന്നീട് ഡയാനൊപ്പം ക്യാമറോൺ ഐസ്ക്രീം ഷോപ്പിന്റെ വെളിയിൽ തന്നെ ഡേറ്റിനായി വന്നെത്തിയിരുന്നു. അകത്തുനിന്ന് ബോസും ലിസും അത് കണ്ട് അസ്വസ്ഥതയോടെ അവനെ നോക്കുന്നുമുണ്ട്. എന്നാലും ഈ ക്യാമറോൺ എങ്ങനെ ഡയാനെ പോലൊരു പെണ്ണിനെ വളച്ചു എന്നവർക്ക് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയും വിക്ടോറിയക്കൊപ്പം ക്യാമറോൺ പോയിരുന്നു. വിക്ടോറിയ പ്രതികാരമാണ് തീർക്കുന്നത് എന്നറിഞ്ഞതോടെ ക്യാമറോണിന് ആശ്വാസവും ചെറിയൊരു സന്തോഷവും വന്നിരുന്നു. ഇനി എത്ര പേരെ കൂടി തീർക്കാനുണ്ട് എന്ന് ക്യാമറോൺ അന്ന് വിക്ടോറിയയോട് ചോദിച്ചു. 3 പേർ കൂടിയുണ്ടെന്നും അതിൽ അവസാനത്തെയാൾ അയാളെ തീർക്കൽ അത്ര എളുപ്പമല്ലെന്നും വിക്ടോറിയ ഇപ്പോൾ പറയുന്നുമുണ്ട്. മൂന്നാമത്തെയാൾ ഒരുപാട് പവർഫുൾ ആണെന്നും സമയമെടുത്ത് അയാളെ കൊല്ലാൻ പറ്റൂ എന്നും വിക്ടോറിയ സൂചിപ്പിച്ചു. വൈകാതെ അന്നത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവർ എത്തിച്ചേർന്നു. വിക്ടോറിയ അകത്തേക്ക് പോയപ്പോ വിക്ടോറിയയെ പിന്തുടർന്ന് കാര്യങ്ങൾ നേരിട്ട് കാണുവാൻ ക്യാമറോണും അകത്ത് കടന്നിരുന്നു. അവിടെ സെക്യൂരിറ്റിയായി വർക്ക് ചെയ്ത വ്യക്തിയായിരുന്നു വിക്ടോറിയയുടെ അന്നത്തെ ടാർഗറ്റ്. വിക്ടോറിയക്കെതിരെ അയാൾ ഷൂട്ട് ചെയ്തെങ്കിലും വിക്ടോറിയ കൊല്ലപ്പെട്ടില്ല. ഒളിഞ്ഞ് കാണാമെന്ന ക്യാമറോണിനെ കണ്ടതും അയാൾ ക്യാമറോണിന് നേരെ ഷൂട്ട് ചെയ്തു. ക്യാമറോൺ താഴെ വീണു. വിക്ടോറിയ പിന്നാലെ അയാളെ കൊന്നെങ്കിലും ക്യാമറോൺ വീണത് കണ്ടതും ക്യാമറോണിനടുത്തേക്ക് വിക്ടോറിയ ഓടിയെത്തി. ഭാഗ്യവശാൽ ക്യാമറോണിനൊന്നും പറ്റിയിരുന്നില്ല. ക്യാമറോൺ എഴുന്നേറ്റതും വിക്ടോറിയ ക്യാമറോണിനോട് ദേഷ്യപ്പെട്ടു. അവനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, അവനോട് പിന്നാലെ വരരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അവൾ അവനെ ശകാരിച്ചു. അന്ന് വീട്ടിലെത്തി വിക്ടോറിയയെ ഡ്രോപ്പ് ചെയ്യുമ്പോ നാളെ താൻ ഉണ്ടാവില്ല, മാർട്ടിനും ഡയാനൊപ്പം ഒരു ഡേറ്റ് ഉണ്ട്, അതിന് പോണം എന്ന് ക്യാമറോൺ അറിയിച്ചു. ആ 3 ഡേറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും തന്നെ ഒഴിവാക്കി രക്ഷപ്പെടുത്തി തരാനും വിക്ടോറിയയോട് ക്യാമറോൺ ആവശ്യപ്പെടുന്നുണ്ട്. വിക്ടോറിയയും അതിന് തലകുലുക്കി. അടുത്ത ദിവസം തന്റെ സുഹൃത്തിന്റെ ബാൻഡിന്റെ ഒരു പെർഫോമൻസ് നടക്കുന്നുണ്ടെന്നും അത് കാണാൻ പോയാലോ എന്ന തരത്തിലും ഒരു ഡേറ്റിനായി ലിസ് ക്യാമറോണിനോട് ചോദിച്ചു. പക്ഷേ ക്യാമറോൺ വളരെ പൊളൈറ്റായി തനിക്ക് കുറെ കാര്യങ്ങൾ തിരക്കുള്ളതുകൊണ്ട് അതിന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയിൽ ട്രിപ്പിൾ ഡേറ്റിനായി അവർ മൂവരും കണ്ടുമുട്ടുകയാണ്. മാർട്ടിനും ഡയാനും വല്ലാത്തൊരു ഓക്വാർഡ്നെസ്സിൽ മിണ്ടാതിരിക്കുകയായിരുന്നു. ക്യാമറോണും അത് ശ്രദ്ധിച്ചു. താൻ അവിടെ ഉണ്ടെങ്കിൽ അവർ സംസാരിക്കില്ല എന്ന് കണ്ടതും തനിക്ക് പോയിട്ട് ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ക്യാമറോൺ അവിടെ നിന്ന് പോവാൻ ശ്രമിച്ചു. പക്ഷെ മാർട്ടിനും ഡയാനും അതിന് സമ്മതിച്ചില്ല. പിന്നാലെ ഡയാൻ ഒന്ന് വാഷ്റൂമിലേക്ക് പോയി. ഭാഗ്യവശാൽ കൃത്യമാ സമയത്തായിരുന്നു ആ 3 ഡേറ്റിൽ നിന്ന് ക്യാമറോണിനെ രക്ഷപ്പെടുത്തുവാൻ വിക്ടോറിയ അങ്ങോട്ടേക്ക് എത്തുന്നത്. ക്യാമറോണിനെയും വിളിച്ച് വിക്ടോറിയ പുറത്തേക്ക് പോന്നു. പുറത്തെത്തിയതും വിക്ടോറിയ, ആരാ പെൺകുട്ടി നീ ഇഷ്ടപ്പെടുന്നത്, എന്നിട്ട് നീ അവളെ വേറൊരുത്തിന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുവാണോ എന്ന തരത്തിൽ അവനോട് ചോദിച്ചു. സ്കൂളിൽ ആദ്യമേ അവളെ കണ്ടതു മുതൽ താൻ അവളെ പ്രണയിക്കുന്നുണ്ടെന്നും പക്ഷെ മാർട്ടിനും അതുപോലെ തന്നാണെന്നും, മാർട്ടിൻ പക്ഷെ ഒരു പാവമാ, അവനെന്റെ ബെസ്റ്റ് ഫ്രണ്ടുമാ, അവനൊരു സഹായം ചോദിക്കുമ്പോ എങ്ങനാ ചെയ്യാതിരിക്കുന്നത് എന്നുമായിരുന്നു ക്യാമറോൺ തിരികെ പറഞ്ഞത്. പക്ഷേ ക്യാമറോണിനെ മനസ്സിലാക്കുവാൻ വിക്ടോറിയക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് അതിശയം തന്നെ തോന്നി. ക്യാമറോൺ പറഞ്ഞു, താനിപ്പോ ശ്രമിക്കുന്നത് ഡയാനയും മാർട്ടിനും ഒന്നിച്ചു കുറച്ചധികം സമയം ചിലവഴിക്കാനാ, അപ്പോ തങ്ങളിൽ ബെറ്റർ ആരാ എന്ന് ഡയാന തന്നെ മനസ്സിലായിക്കോളും. പിന്നീട് അവർ ഡ്രൈവ് ചെയ്ത് അവിടെ നിന്ന് അവന്റെ ജോലി സ്ഥലത്തേക്ക് പോയി. ഐസ്ക്രീം ഷോപ്പിന് മുമ്പിൽ ചാടും ജേസനും വരുന്ന ഐസ്ക്രീം കഴിക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടതും പുറത്തിറങ്ങാൻ മടിച്ച് ക്യാമറോൺ വണ്ടിയിലിരുന്നു. വർഷങ്ങളായി അവർ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവരാ എന്നവൻ വിക്ടോറിയയോട് പറയുകയും ചെയ്തു. പിന്നെ പറയണോ, വിക്ടോറിയ നേരെ പുറത്തേക്കിറങ്ങി ചെന്നു. ചാഡിന്റെയും ജെയ്സിന്റെയും എതിരെ നിന്ന് ക്യാമറോണിന്റെ ഗേൾഫ്രണ്ട് എന്ന രീതിയിൽ അവരെ കളിയാക്കി അപമാനിച്ച് അവൾ സംസാരിച്ചു. അതോടെ ക്യാമറോണിനോട് ദേഷ്യം തോന്നിയ ചാഡ് എഴുന്നേറ്റ് വന്ന് ക്യാമറോണെ തല്ലുകയാണ്. വിക്ടോറിയ വന്ന് വീണ ക്യാമറോണെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പിന്നാലെ എങ്ങനെയാണ് അവനെ ഇടിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വിക്ടോറിയ പറഞ്ഞ പോലെ തന്നെ ക്യാമറോൺ പ്രവർത്തിച്ചു. ഇടികൊണ്ട് ചാട് താഴെ വീണു. പിന്നാലെ വിക്ടോറിയ തന്നെ അതിൽ വന്ന് ഇടപെട്ടു. ഇപ്പോ ഏറെക്കുറെ കാര്യങ്ങളിൽ ഒരു തീരുമാനമായില്ലേ, ഇനി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയേക്കരുത്, ഇവനെ വെറുതെ വിട്ടേക്കണം. ചാടും ജെയ്സണും അതിന് സമ്മതിച്ചിരുന്നു. അവിടെ നിന്നും വീട്ടിലേക്ക് പോകുമ്പോ തന്റെ കൈയൊടിഞ്ഞെന്നാ തോന്നുന്നേ എന്ന് ക്യാമറോൺ വിക്ടോറിയയോട് പറഞ്ഞു. ഇത് കുടിച്ച ഒക്കെ ശരിയാകും എന്ന് പറഞ്ഞ് ചെറിയൊരു കുപ്പിയിലൊരു വസ്തു വിക്ടോറിയ ക്യാമറോണ് കൊടുത്തു. ക്യാമറോൺ അത് കുടിച്ചതും അവന്റെ ഒടിഞ്ഞ കൈ നേരെയായ പോലെ അവന് തോന്നി. വല്ലാത്തൊരു ഉഷാറും അവന് തോന്നുന്നുണ്ടായിരുന്നു. ഇതെന്തു മരുന്നാ എന്നവൻ ചോദിച്ചപ്പോഴാണ് അത് തന്റെ രക്തമാണെന്ന് വിക്ടോറിയ പറയുന്നത്. താനുമിനി വാമ്പയർ ആവുമോ എന്ന് ഭയന്ന് അവൻ ചോദിച്ചപ്പോ ഇല്ലെന്ന ചിരിയോടെ വിക്ടോറിയ പറഞ്ഞു. സുഖപ്പെട്ട് പുറത്തിറങ്ങിയ അവന് വല്ലാതെ ഹൈപ്പർ ആക്റ്റീവായി തോന്നുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ പുറത്തു വരുമ്പോ അസ്വസ്ഥനായി കൂട്ടുകാരൻ മാർട്ടിൻ വന്നിരുന്നു. ഡയാനൊപ്പമുള്ള ഡേറ്റിൽ മാർട്ടിനെ തനിച്ചാക്കി ക്യാമറോൺ പോയി കഴിഞ്ഞിരുന്നല്ലോ, അതിന്റെ ദേഷ്യമായിരുന്നു അവന്. മാർട്ടിൻ വീണ്ടും ക്യാമറോണിനോട് തന്നെ സഹായിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും ക്യാമറോൺ അവിടെ നിന്ന് വണ്ടിയെടുത്തു പോവുകയാണ്. അന്ന് മറ്റൊരു സംഭവം കൂടി നടന്നു. വിക്ടോറിയ ഡയാൻ ജോലി നോക്കുന്ന ഷോപ്പിലേക്ക് എത്തി. പക്ഷെ അതൊരു ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമായിരുന്നില്ല. വിക്ടോറിയക്ക് മറ്റെന്തോ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഡയാനും വിക്ടോറിയയും തമ്മിൽ സംസാരവും ഉണ്ടായി. മറുവശത്ത് ജോലിക്ക് പോയ ക്യാമറോൺ ആകട്ടെ ലിസിനോട് ഡേറ്റിംഗിന്റെയും മറ്റും കാര്യവും മാർട്ടിന്റെ പ്രശ്നവുമൊക്കെ സംസാരിക്കുകയായിരുന്നു. അന്നും ഒരു
ഔട്ടിങ്ങിന് ലിസ് അവനെ ക്ഷണിച്ചപ്പോ ഇനിയും ലിസിനെ ഒഴിവാക്കാൻ പറ്റില്ല, തനിക്കും സന്തോഷം വേണം എന്ന് പറഞ്ഞ് ലിസിനൊപ്പം പോവാൻ അവൻ സമ്മതിക്കുകയാണ്. അന്ന് രാത്രിയിൽ ഹണ്ടർ മകന്റെ മുറിയിലേക്ക് വന്നു. മകനെ പല കാര്യങ്ങൾ പറഞ്ഞ് ഗുണദോഷിച്ചു. അതിലൊന്ന്, അവനിങ്ങനെ പല പെണ്ണുങ്ങളുമായി അടുപ്പമുണ്ടാക്കിയാൽ ഒടുവിൽ ആരുമില്ലാതെ അവൻ ഒറ്റപ്പെടും എന്ന തരത്തിലായിരുന്നു. ലിസിനൊപ്പം പുറത്തു പോകുവാൻ അവൻ പുറത്ത് കാറിനടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. പെട്ടെന്നാണ് വിക്ടോറിയയുടെ കാര്യം അവൻ ഓർത്തത്. വിക്ടോറിയ എന്തായിരിക്കും ചെയ്യുന്നത് എന്നറിയുവാൻ അവൻ വിക്ടോറിയയുടെ വീടിനടുത്തേക്ക് ചെല്ലുകയും വീടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുകയും ചെയ്തു. ഡയാൻ വിക്ടോറിയയുടെ വീടിനുള്ളിൽ ഇരിക്കുന്നതായിരുന്നു ഞെട്ടലോടെ അവൻ കണ്ടത്. മറുവശത്ത് ലിസാകട്ടെ ക്യാമറോണെ പ്രതീക്ഷിച്ച് അവനെ കാത്തു നിൽക്കുകയായിരുന്നു. പിറ്റേന്ന് പുലർച്ചെയായിരുന്നു ഡയാൻ അവിടെ നിന്ന് പോയത്. രാത്രി മുഴുവൻ അവർ ഒന്നിച്ചായിരുന്നു എന്നുകൂടി ക്യാമറോൺ മനസ്സിലാക്കി. അവനതും നോക്കി നിൽക്കുമ്പോ വിക്ടോറിയ അവന്റെ അടുത്തേക്ക് വന്നു. ഇന്നലത്തെ ഷോ എങ്ങനുണ്ടായിരുന്നു, എൻജോയ് ചെയ്തോ എന്നു മട്ടിൽ അവൾ അവനോട് ചോദിച്ചു. ഒരിക്കലും അവന് കൂട്ടിയോജിക്കാൻ പറ്റാത്ത ഒരാളിൽ നിന്നും അവനെ അവൾ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്ന് വിക്ടോറിയ തന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചു. അത് കേട്ടതും ക്യാമറോണിന് ദേഷ്യം വന്നു. അവളെ ഒരു തരത്തിലും താനിനെ സഹായിക്കില്ല എന്നവൻ പറഞ്ഞു. പക്ഷേ വിക്ടോറിയ, ഞാൻ പറയുന്നത് എന്താണോ അത് നീ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് ക്യാമറോണിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. പിന്നാലെ ക്യാമറോൺ മാർട്ടിനെ ചെന്ന് കണ്ടു. മാർട്ടിനോട് ഡയാനൊപ്പം ഒരു ഡേറ്റിന് പോവാൻ പറഞ്ഞു. പഴയ പോലല്ലെന്നും മാർട്ടിനെ താൻ സഹായിക്കാം എന്നും ക്യാമറോൺ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ നേരെ ജോലി സ്ഥലത്തേക്ക് പോയി അവൻ താൻ ജോലി രാജിവെക്കുന്നതായി ബോസിനോട് പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങുമ്പോ ലിസ് അവനെ നേരിട്ട് കണ്ടു. തലേന്ന് രാത്രി മുഴുവൻ അവൾ കാത്തുനിന്നിട്ടും ക്യാമറോൺ വരാത്തതിലുള്ള ദേഷ്യം ലിസിനുണ്ടായിരുന്നു. അവനെ ഇടിച്ചുകൊണ്ടായിരുന്നു ലിസ് അത് തീർത്തത്. അവൻ അവിടെ നിന്നും നേരെ ഡയാന്റെ ഷോപ്പിൽ പോയി മാർട്ടിൻ ഒരു ഡേറ്റിന് അവളെ ക്ഷണിച്ചിട്ടുള്ള കാര്യം അറിയിച്ചു. അന്ന് വീട്ടിലേക്കെത്തിയ അവന് അമ്മ രഹസ്യമായി വാങ്ങിവെച്ച ഫോൺ കൊടുത്തു. അച്ഛനോട് തൽക്കാലം പറയണ്ട എന്നും അമ്മ കൂട്ടിച്ചേർത്തിരുന്നു. അങ്ങനെ മാർട്ടിന്റെയും ഡയാന്റെയും ഡേറ്റ് ആവുകയാണ്. ക്യാമറോൺ മാർട്ടിനോട് ഒരു ഇയർബഡ് ഉപയോഗിക്കാനും കോൾ ചെയ്തു വെക്കാനും പറഞ്ഞു. അതിലൂടെയൊക്കെ കേട്ട് കൃത്യസമയത്ത് പറയേണ്ട കാര്യങ്ങൾ താൻ പറഞ്ഞു തരാമെന്നും അങ്ങനെ നിങ്ങളുടെ ഡേറ്റ് സക്സസ്ഫുൾ ആകും എന്നും ക്യാമറോൺ മാർട്ടിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ മാർട്ടിനും ഡയാനും ഡേറ്റിന് പോയപ്പോ പറഞ്ഞ പോലെ തന്നെ ക്യാമറോൺ പ്രവർത്തിച്ചു. ഡയാന്റെ സംസാരമൊക്കെ കേട്ട് മാർട്ടിനോട് എന്തു പറയണം എന്ന് ക്യാമറോൺ കൃത്യമായി പറഞ്ഞുകൊടുത്തു. ക്യാമറോന്റെ സംസാര സ്കില്ല് കൊണ്ട് തന്നെ മാർട്ടിന് ഡയാനിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയിരുന്നു. അന്ന് ഡേറ്റ് കഴിഞ്ഞപ്പോ തന്റെ കാർക്കി മാർട്ടിന് കൊടുത്ത ഡയാൻ അവനിഷ്ടമുള്ള ഏതിടത്തേക്കും കൂടെ വരാൻ താൻ തയ്യാറാണെന്ന് അവനോട് പറഞ്ഞു. ക്യാമറോൺ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കാൻ മാർട്ടിനോട് പറഞ്ഞെങ്കിലും മാർട്ടിൻ അത് ചെവികൊണ്ടില്ല. അവളെയും കൂട്ടി അവൻ പോയത് ലവേഴ്സ് ലെയിനിലേക്കായിരുന്നു. അത് മനസ്സിലാക്കിയിരുന്ന ക്യാമറോൺ ആകട്ടെ ആകെ വല്ലാതായി അവരുടെ ഡേറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ ആ ഭാഗത്തേക്ക് പുറപ്പെട്ടു ചെന്നു. അങ്ങോട്ടേക്കെത്തിയ അവൻ ഒരു മരത്തിന് പിന്നിൽ മറഞ്ഞു നിന്നപ്പോ കണ്ടത് ഇയർപീസിന്റെ അടുത്ത് വന്ന് പതിയെ എന്തൊക്കെയോ പറഞ്ഞവൾ ഇയർപീസ് എടുത്ത് എറിഞ്ഞു കളയുന്നതായിരുന്നു. ക്യാമറോൺ മാർട്ടിന് ഒക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്ന് ഡയാൻ മനസ്സിലാക്കിയിരുന്നു എന്നായിരുന്നു അത് വ്യക്തമാക്കുന്നത്. പിന്നാലെ ഞെട്ടലോടെ ആ ഒരു കാഴ്ചയും ക്യാമറോൺ നോക്കിക്കണ്ടു. ഡയാൻ യാഥാർത്ഥ്യത്തിൽ ഒരു വാമ്പയർ ആണ് എന്ന് സത്യമായിരുന്നു അത്. പേടിച്ചു വിറച്ച് ക്യാമറോൺ ഓടി ലിസിനോട് അത് പറയുവാൻ നേരെ ഐസ്ക്രീം ഷോപ്പിലേക്ക് ചെന്നു. പക്ഷേ ലിസ് അവിടെ ഉണ്ടായിരുന്നില്ല. സെക്കൻഡുകൾക്കപ്പുറം അവന് പിന്നാലെ ഡയാൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഡയാനെ കണ്ടതും ക്യാമറോൺ ഭയപ്പെട്ടു. നീ എന്റെ ഫ്രണ്ടിനെ കൊന്നു, മാറി നിക്ക് എന്നവൻ ഭീതിയോടെ പറഞ്ഞപ്പോ ഇല്ലെന്ന് പറഞ്ഞ അവൾ ക്യാമറോണിനെ വിളിച്ച് വണ്ടിയുടെ ഡിക്കി കാണിച്ചു. അതിനുള്ളിൽ മാർട്ടിൻ ഉണ്ടായിരുന്നു. അവനെ താൻ കൊന്നിട്ടില്ലെന്നും അവനൊരു ബേസ്ബോൾ പ്ലെയർ ആവാനല്ലേ ആഗ്രഹിക്കുന്നേ, അവനെ സ്ട്രോങ്ങർ ആക്കുവാൻ വാമ്പയർ രക്തം അവന്റെ ശരീരത്തിൽ കേറ്റുക മാത്രമേ താൻ ചെയ്തുള്ളൂ എന്നുമായിരുന്നു അവൾ വ്യക്തമാക്കിയത്. ഇത്രയും വലിയ സീക്രട്ട് അവൾ തന്നിൽ നിന്നും മറച്ചുവെച്ചു എന്ന തരത്തിൽ ക്യാമറോൺ ഡയാനോട് ദേഷ്യപ്പെട്ടപ്പോ നിന്നോട് പറയുവാൻ പലവട്ടം താൻ ഒരുങ്ങിയതാണെന്നും പക്ഷെ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാ മറച്ചുവെച്ചത് എന്നും ഡയാൻ പറഞ്ഞു. കൂട്ടത്തിൽ ക്യാമറോണിനെ തന്നെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു എന്നും ഡയാൻ കൂട്ടിച്ചേർത്തിരുന്നു. അന്ന് രാത്രിയിൽ വിക്ടോറിയ ക്യാമറോണിനെ കാണാൻ ചെന്നിരുന്നു. ഡയാൻ ഒരു വാമ്പയർ ആണ് എന്ന് താൻ മനസ്സിലാക്കിയത് അവളെ അത്രയ്ക്കും അടുത്തറിഞ്ഞപ്പോഴാണ് എന്ന് വിക്ടോറിയ പറഞ്ഞു. കൂട്ടത്തിൽ താൻ അന്വേഷിച്ചു നടന്ന കൊല്ലാനുള്ള അവസാനത്തെ വാമ്പയർ ഡയാൻ ആണെന്നും വിക്ടോറിയ വ്യക്തമാക്കി. ക്യാമറോണിനെ പിടികൂടി ബന്ദിയാക്കി ഇരയാക്കി വെച്ച് ഡയാനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിരുന്നു വിക്ടോറിയ പദ്ധതിയിട്ടിരുന്നത്. പിന്നാലെ കാര്യങ്ങൾ മനസ്സിലാക്കി ഡയാൻ മാർട്ടിനൊപ്പം വിക്ടോറിയയുടെ ഇടത്തേക്ക് വന്നെത്തുകയാണ്. ക്യാമറോണിനെ കൊല്ലാൻ വിക്ടോറിയക്ക് ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. ഡയാനെ കയ്യിൽ കിട്ടാനായിരുന്നു വിക്ടോറിയ അത് ചെയ്തതും. അവിടെ വെച്ച് വിക്ടോറിയയും ഡയാനും തമ്മിൽ വലിയൊരു ഫൈറ്റ് സംഭവിക്കുകയാണ്. ഒടുവിൽ വിക്ടോറിയയെ ഡയാൻ താഴെ വീഴ്ത്തി. പിന്നാലെയാണ് ചില സത്യങ്ങൾ ഡയാൻ വിക്ടോറിയയെ അറിയിക്കുന്നത്. ഒരിക്കലും താനായിരുന്നില്ല വിക്ടോറിയയുടെ കാമുകന്റെ മരണത്തിന് കാരണം, അത് അവരുടെ പാക്ക് മാസ്റ്റർ ആയിരുന്നു എന്നായിരുന്നു.
എങ്ങനെയായിരുന്നുവോ അത്, സാഹചര്യങ്ങളും കാര്യങ്ങളും അന്ന് വിക്ടോറിയയുടെ കാമുകനെ സഹായിക്കാൻ താൻ ശ്രമിച്ചതുമടക്കം ഡയാന പറഞ്ഞതോടെ വിക്ടോറിയക്ക് സത്യങ്ങൾ ബോധ്യപ്പെട്ടു. തന്റെ പ്രവൃത്തികൾക്ക് വിക്ടോറിയ ഡയാനോട് ക്ഷമ ചോദിച്ചു. വീണ്ടും ഒരു പാക്ക് മെമ്പറെ കണ്ടുമുട്ടിയതിൽ തന്റെ സന്തോഷം വിക്ടോറിയ പങ്കുവച്ചു. ശേഷം അവരും വാമ്പേഴ്സായി മാറിയ മാർട്ടിനും അവിടെ നിന്ന് പോവാൻ തീരുമാനിച്ചിരുന്നു. ഡയാനും വിക്ടോറിയയും ക്യാമറോണിനോട് യാത്ര പറഞ്ഞു. അവിടെ നിന്ന് പോകുന്നത് നോക്കി ക്യാമറോൺ നിന്നിരുന്നു. അടുത്ത ദിവസം തന്റെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കി അതിൽ ഉറച്ച തീരുമാനമെടുത്ത് ക്യാമറോൺ തന്റെ അച്ഛന്റെ മുമ്പിലെത്തി. താനൊരു റൈറ്റർ ആവാൻ പോവുകയാണെന്നും വാമ്പേഴ്സിനെ ബേസ് ചെയ്ത് നോവൽ എഴുതാൻ പോവുകയാണെന്നും ക്യാമറോൺ പാരന്റ്സിനോട് പറഞ്ഞു. അവന്റെ പാരന്റ്സിനും മകൻ അവസാനം സ്വന്തം ഒരു തീരുമാനമെടുത്തല്ലോ എന്ന സന്തോഷമുണ്ടായിരുന്നു. അവിടെ നിന്നും ഐസ്ക്രീം ഷോപ്പിലേക്ക് പോയ അവൻ ലിസിനടുത്ത് ചെന്ന് കഴിഞ്ഞ 3 ആഴ്ചയായി അവന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ലിസിനോട് പറഞ്ഞു. അവളെ ഒരു ഡേറ്റിനും ക്ഷണിച്ചു. അവൻ പറഞ്ഞതൊന്നും വിശ്വസിക്കുവാൻ ലിസ് അത്ര ഒരുക്കമായില്ലെങ്കിലും അവനെ ഇഷ്ടമുണ്ടായിരുന്ന ലിസ് ഡേറ്റിന് പോവാൻ സമ്മതിക്കുകയാണ്. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.